റഷ്യയിൽ നിന്ന് അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ് ശശി തരൂർ. സത്യം പറഞ്ഞാൽ മോദി ഭരണകാലത്ത് പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത തരത്തിൽ തകർന്നു തരിപ്പണമായ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരുന്നു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു സ്വതന്ത്രനെ ഒപ്പം കൂട്ടിക്കൊണ്ട് കോൺഗ്രസ് 100 തികച്ച് പ്രതിപക്ഷമായി മാറിയത്. ആ വഴിക്കാണ് പ്രതാപം പേറിയ ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേരയും കിട്ടിയത്. പക്ഷേ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഭരണപക്ഷത്തിന്റെ ഭരണവിരുദ്ധതയ്ക്കെതിരെ വിരൽ ചൂണ്ടാൻ അല്ലാതെ ഒരു ചലനം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. മൂന്നാം ഊഴത്തിൽ സഖ്യകക്ഷികളുമായി വന്ന മോദിക്ക് കഴിഞ്ഞ 10 വർഷത്തെ വീര്യമില്ല. എന്നിട്ട് പോലും പ്രതിപക്ഷത്തിന് ശക്തി കാണിക്കാൻ സാധിച്ചിട്ടില്ല. മോദി മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രിയായിട്ടും രാഹുൽ ഗാന്ധി ആദ്യമായി പ്രതിപക്ഷ നേതാവായിട്ടും 1 വർഷം പൂർത്തിയാക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഉയർത്തിക്കാട്ടി മോദി ഗ്രാഫ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോഴും പക്ഷേ രാഹുലിന്റെ ഗ്രാഫ് താഴേക്കാണ്. അതിനൊരു കാരണം ശശി തരൂർ എന്ന വിശ്വപൗരനായ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നേതാവ് തന്നെയാണ്. രാഹുൽ എന്തു പറയുന്നുവോ അതിന് നേരെ വിപരീതമായിട്ടാണ് തരൂരിന്റെ പ്രസ്താവന. അങ്ങനെ നോക്കുമ്പോൾ തരൂരിനോട് കലഹിക്കാനും അങ്ങനെ ഉണ്ടാവുന്ന വിവാദങ്ങൾക്ക് മറുപടി പറയാനും മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനാകുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ കോൺഗ്രസ് MP ശശി തരൂരിനെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത്, ഞങ്ങൾക്ക് ആദ്യം രാജ്യം, പക്ഷെ ചിലർക്ക് മോദി എന്നാണ് ശശി തരൂരിന്റെ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചത്. എന്നാൽ ഈ വിമർശനത്തിന് മറുപടിയായി ശശി തരൂർ രംഗത്തെത്തി. ഖാർഗെയുടെ പരിഹാസത്തിന് ശശി തരൂർ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച മറുപടി പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി മാറുകയും ചെയ്തു. പറക്കാൻ അനുവാദം ചോദിക്കരുത്, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടേതുമല്ല എന്നായിരുന്നു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ ചിത്രത്തിനൊപ്പം ശശി തരൂർ പങ്കുവെച്ച കുറിപ്പ്. നിരവധി പേരാണ് ശശി തരൂറിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതോടെ കോൺഗ്രസ് വീണ്ടും വെട്ടിലായി. പക്ഷെ ഖാർഗെ ഇന്നലെ തരൂരിനെതിരെ ഒരു പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുൻകരുതൽ കൂടിയാണ്. ഒരു തരൂരിൽ തട്ടി ഈ പാർട്ടി ഇല്ലാതാവില്ല എന്നതിന്റെ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്ത് പോയ കേന്ദ്ര സർവകക്ഷി സംഘത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ശശി തരൂർ, അതും കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ. അതിനുശേഷം മോദിയെ പുകഴ്ത്തി ലേഖനവും കൂടി എഴുതിയതോടെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂറിനെതിരെ വലിയ അതൃപ്തിയിലായിരുന്നു. ശശി തരൂർ BJPയിലേക്ക് കൂടുമാറുന്നതായുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായി. അതിനിടയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ചത്.